Hi everyone, welcome back to my channel and happy Easter to everyone. ഞാനിതാ ഈ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് എൻ്റെ ഒരു OC ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒപ്പം ഞാൻ ബേക്ക് ചെയ്ത ഹോം മെയ്ഡ് ബ്രൗണീസും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ ബ്രൗണിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പി വേണ്ടവർ അതിൻ്റെ ഷോർട്സ് ചെക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാനൊരു ക്യാൻഡിലും കൂടെ ഒരു ഷോപ്പിൽ ഇറങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ക്യാൻഡിലും ഈ ബ്രൗണീസൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല സ്മെല്ലുള്ളൊരു ക്യാൻഡിലൂടെ കണ്ടപ്പം ഞാൻ അതും കൂടെ വാങ്ങിച്ചു. പിന്നെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ കൂടുതൽ ഫ്രഷ് ഫ്ലവേഴ്സ് കണ്ടപ്പം അത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ മദറും ഉണ്ട്. അപ്പോൾ 2 പേർക്കും കൂടെ ഫ്ലവേഴ്സ് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. കുറച്ചധികം ദൂരം ഡ്രൈവ് ചെയ്തിട്ട് വേണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ മാത്രമായിരുന്നില്ല അവരുടെ ഗസ്റ്റ്, അവർക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിൽവിയ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് മെയിൻ പിള്ളേർക്കുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ എഗ് ഹണ്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് എഗ് ഹണ്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ബാഗൊക്കെയാണ് അവർ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ലഞ്ച് കുക്ക് ചെയ്തത് സിൽവിയയുടെ മദറാണ്. ഒന്നും തന്നെ പുറത്തൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ മീല് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇടാനുള്ള എഗ്സ് ഇടാനുള്ള അവരവരുടെ ബാഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഞാനും സിൽവിയ ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ആ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരുമിച്ച് റിസൈൻ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. കഴിഞ്ഞ ക്രിസ്മസ് ടൈമിൽ സിൽവിയ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സോവറിൻ ഹില്ല് ബെല്ലാരറ്റിലുള്ളത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം മെയ്ഡ് സ്നിറ്റ്സൽസും പിന്നെ പോക്കിൻ്റെ ഡിഷും പിന്നെ കുറേ സാലഡ്സും അങ്ങനെ ഒരുപാട് എനിക്ക് പേരറിയത്തില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോക്കൊഴികെ ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കുറച്ച് നേരം പുറത്തൊക്കെ കളിച്ചു. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റിക്കുള്ള ടൈം ആയിട്ടുണ്ട്. Now it's time to go for Easter egg hunt. Where's the chocolate egg? It's somewhere hidden. You'll find it. I only got 2. Putting it in there. Oh, did you find that? Did you find that, baby? You got it? Oh, that's good. Can you show me? That's good. Good job. അങ്ങനെ നമ്മൾ ഗാർഡനിൽ ഒളിപ്പിച്ച ഈസ്റ്റർ എഗ്സ് ഒക്കെ കുട്ടികൾ കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാവരും അവരവർക്ക് കിട്ടിയ ഈസ്റ്റർ എഗ്സ് ഒക്കെ അവരുണ്ടാക്കിയ ബാഗിൽ ഇട്ടിട്ട് നമ്മളിപ്പോൾ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു ടീ ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ സിൽവിയയുടെ മദർ നല്ലൊരു ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് പോലത്തെ പാവ്ലോവ എന്ന് പറയും ഇവിടെ. ഭയങ്കര യമ്മിയായിരുന്നു. നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം അടുത്ത ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് ഈസ്റ്റർ കപ്പ് കേക്ക്സ് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ കുട്ടികളും അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അവർക്ക് പറ്റുന്ന പോലെ ഈസ്റ്റർ കപ്പ് കേക്ക്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ബട്ടർ ക്രീമിലായിരുന്നു അത് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കുറേ ഷുഗർ കഴിച്ചു. അങ്ങനെ ഈ ഐറ്റമാണ് പാവ്ലോവ എന്ന് പറയുന്നത്. ഇതവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്യൂരി പോലത്തെ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റർ എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. And thank you everyone for watching my video, and please don't forget to subscribe my channel. See you in the next video. Till then, bye.